വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരള. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കുമരകത്താണ്. ഇപ്പം ഞാൻ ബോട്ടിലൊക്കെ കയറിയിരിക്കുകയാണ്. കാണുമല്ലോ, ഭയങ്കര ഒരു പ്രകൃതി ഭംഗി. ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ഇനി പോകാൻ പോകുന്നത് കോക്കനട്ട് ലഗൂൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇറ്റ്സ് എ റിസോർട്ട്. 19 years ആയിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പറയാം. അതിനുള്ള നമുക്ക് ബോട്ടിൽ കയറിയിരിക്കാം, ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദിസ് എപ്പിസോഡ് ഓഫ് മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരള. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ബിനോയ് ചേട്ടൻ. ചേട്ടൻ ഇവിടെ എത്ര നാളായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 10 വർഷമായി. എന്തായാലും ഇത് 19 years ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരിക. അപ്പം നമ്മൾ വേമ്പനാട് കായലിലാണ്. ഓക്കെ. അതാണ് റിസോർട്ട്. ഇപ്പൊ നമ്മളിപ്പോ വേമ്പനാട്ട് കായലിലേക്ക് പോകണം. അതൊരു ആറാണല്ലേ? അത് കവണാർ. നമ്മളിപ്പോ കവണാറിലൂടെയാണ് പോകുന്നത്. ഓക്കെ. വാവ്, ലുക്ക് അറ്റ് ദി വ്യൂ മാൻ. ഇപ്പൊ നമ്മള് വേമ്പനാട് കായൽ കണ്ടു, ഒരു ബേർഡ് സാങ്ച്വറി കണ്ടു. ഇനി അടുത്ത് നമ്മൾ കോക്കനട്ട് ലഗൂൺ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഗേറ്റ് ഒക്കെ തുറക്കണം. വെൽക്കം ടു കോക്കനട്ട് ലഗൂൺ. ഇങ്ങനെ ബോട്ടിലേ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ കയറി. ഇതാണ് നമ്മളുടെ എൻട്രൻസ്. നിങ്ങൾ എല്ലാവരും വന്ന് താമസിക്കുക. എന്നിട്ട് ഇവിടുത്തെ ഫുഡ് അമേസിങ്, ഇറ്റ്സ് റിയലി ഗുഡ്. അതുകൊണ്ട് തന്നെയാണ്, അത് കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഇതിനായിട്ട്. ഒരു പാട്ടൊക്കെ കേൾക്കുന്നത് കേട്ടില്ലേ? ഒരു ഫ്ലൂട്ട് വായന. Hello, Sarah. Anil. And you are the... I'm the general manager. Okay, general manager of Coconut Lagoon. Of Coconut Lagoon. I love this place. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളം എന്നുള്ളതിനെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൾച്ചർ, ആർക്കിടെക്ചർ, ഫുഡ് വളരെ മെയിൻ ആയിട്ടുള്ള സംഗതിയാണ്. ഞങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നത് ഫുഡിലാണ്. കേരളം എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിലെ ആ ഒരു ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റീസ് ലോകത്തിനെ അറിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണത് ഞങ്ങൾക്ക്. അപ്പോൾ പല ഈ മിത്തുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിഥ്യാധാരണകളൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ കേരള ഫുഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾ ലോകത്തിനെ കാണിക്കാനുള്ള ശ്രമം നമ്മളിവിടെ നടത്തുന്നത്. അതൊന്നും ചെയ്യില്ല. നോർത്ത് ഇന്ത്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ചൈനീസ് നമ്മൾ വളരെ അപൂർവമായിട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു സൂപ്പ് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. പക്ഷേ കോണ്ടിനെൻ്റൽ ചെയ്യുന്ന നമ്മളുടെ ഇവിടെ വരുന്ന അതിഥികളുടെ ആ ഒരു നേച്ചർ നോക്കിയിട്ടാണ്. ഇപ്പോൾ യൂറോപ്യൻസ് കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഫുഡെങ്കിലും നമ്മളിടും. ഈ കംഫർട്ട് ഫുഡ് എന്നാണ് പറയുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾസോ വി ഡു ദ സെയിം എക്സസൈസ് ഓൾ ദ മീൽസ്. പിന്നെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് എ സീ ഫുഡ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അത് തന്നെ വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ എ ചൂള. വേറെ ഒരു സ്ഥലത്തും ചെയ്യാത്തൊരിതാണ്. നമ്മൾ ചൂളയിലാണ് ഈ സാധനം ഫിഷ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രിക്സ് വെച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഴയ ചൂള ഉണ്ടല്ലോ, ഇത് യൂറോപ്പിലൊക്കെ വളരെ ഫേമസ് ആണ്. എന്ന് വെച്ചാൽ ഈ ചൂളയിൽ ഉണ്ടാക്കുന്ന ഈ ഈ വുഡ് ഫയർ ഓവൻസ് ഫോർ പിസ്സാസ്. അതിപ്പോഴും ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര ഡെലിഷ്യസ് ആണ്.
ഇപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ ചൂളയിൽ വൺ ഓഫ് ദി ഒറിജിനൽ ഫോംസ് ഓഫ് കുക്കിംഗ് ഇതിൽ നമ്മൾ ഫിഷ് കുക്ക് ചെയ്യാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. നമുക്കിന്ന് എന്താണ്? ഇത് ഡിസംബർ മാസമാണ്, ദ മന്ത് ഓഫ് ജോയ് ആൻഡ് മന്ത് ഓഫ് ക്രിസ്മസ്. സോ നമുക്കിപ്പോൾ ഏറ്റവും ഐഡിയലും ആപ്റ്റുമായിട്ട് ചെയ്യാവുന്ന സാധനം ഒരു ക്രിസ്മസ് കേക്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രഡീഷണൽ റിച്ച് ക്രിസ്മസ് പ്ലം കേക്ക് അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്ലം കേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആൻഡ് ഈ സാധനം നമ്മൾ ഈ ബോർമയിലിട്ട് ആ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കാണിക്കും. ഷെഫ് നമ്മൾ വേറെയുണ്ട്, പേസ്ട്രി ഷെഫ് നമുക്ക് വേറെയുണ്ട്. ഇപ്പോൾ നമ്മളുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ട്, ഷെഫ് വേലായുധൻ. നമ്മളിവിടെ 10-30 വർഷത്തോളമായ പുള്ളി സ്റ്റാർട്ട് ചെയ്തത് ഇൻട്രസ്റ്റിംഗ്ലി ബേക്കറിയിൽ തന്നെയായിരുന്നു. പക്ഷേ നൗ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്, എല്ലാ കുക്കിംഗ് ആക്ടിവിറ്റീസും പുള്ളിയാണ് നോക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഈ ഒരു ബേക്കിംഗ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ബേക്കിംഗ് ഡിവിഷനിൽ നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ട് പേസ്ട്രി ഷെഫ് ഉണ്ട്, പേസ്ട്രി ഷെഫ് ബോബൻ. അപ്പോൾ എന്തായാലും നമ്മളുടെ വെൽക്കം സീനൊക്കെ കണ്ടല്ലോ. നല്ലൊരു നനഞ്ഞ ഒരു തണുപ്പുള്ള തുണിയാണ് ഞാനിങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു അടിപൊളി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കാം. സോ ഫോർ ദാറ്റ് വിൽ ഗോ ടു ദി കിച്ചൺ. ഇസ് ഇറ്റ്? ഷുവർ. ഓൾറൈറ്റ്. പ്ലം കേക്ക് ആണ് നമ്മൾ കോക്കനട്ട് ലഗൂണിൽ ചെയ്യാൻ പോകുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ബോബൻ തോമസ്. എൻ്റെ മമ്മിയുടെ ഒരു മോളിന്നാണ്. ബോബനും മോളിങ് അറിയോ? ഓക്കെ. സോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതാണ് ഇവിടുത്തെ ബേക്കറി സെക്ഷനിൽ മെയിൻ ആളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്ലം കേക്ക് ആണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്? ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഹോം മെയ്ഡ് ഗ്രേപ്പ് വൈൻ. ഓക്കെ. ഇത് എത്രയാണ്? അളവും കൂടി പറഞ്ഞു. ഇതിൻ്റെ 150 മില്ലി ഈ ഗ്രേപ്പ് വൈൻ. 150 മില്ലി ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് ബ്ലാക്ക് കറണ്ട്, അതായത് കറുത്ത മുന്തിരി, ഉണങ്ങിയ കറുത്ത മുന്തിരി 1/2 കിലോ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ 2 കിലോ കേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ. 2 കിലോ കേക്കിന് 1/2 കിലോ മുന്തിരി തന്നെ വേണം, ഉണക്കിയ കറുത്ത മുന്തിരി. 50 ഗ്രാം ജിഞ്ചർ, ഉണക്കിയ ഇഞ്ചി. 75 ഗ്രാം ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങിയത്, കാൻഡി പീൽ 75 ഗ്രാംസ്. ഓക്കെ. ഇത് ജിഞ്ചറിന്റെ 50 ഗ്രാംസ് 50 ഗ്രാം അത് ഉണക്കി വെച്ചിരിക്കുക. പിന്നെ പഞ്ചസാര 150 ഗ്രാം. ഓറഞ്ചിൻ്റെ നാരങ്ങ തൊലി ഒരെണ്ണം. അത് നട്ട്മെഗ്, അതായത് ജാതിക്ക പൊടിച്ചത്. ഉപ്പ് 5 ഗ്രാം. നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ. ഹണി 25 ml, അതായത് 25 മില്ലി. കേക്കിൻ്റെ മിക്സിങ്ങിന് വേണ്ടിയുള്ള ബട്ടർ 250 ഗ്രാം. ഷുഗർ പഞ്ചസാര 250 ഗ്രാം. മൈദ 250 ഗ്രാം. ഇതിനകത്ത് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. മുട്ട 6 എണ്ണം. അതിന് റമ്മ് 100 മില്ലി. ഇത് ആർക്ക് വേണ്ടിയാണ് ചേട്ടാ? ഇത് കേക്കിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്ലം കേക്ക്. ആക്ച്വലി എന്തിനാ റമ്മൊക്കെ മിക്സ് ചെയ്യുന്നത്? അതിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരു റം വൈനൊക്കെ അതിന്റെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള. എല്ലാവരും എഴുതിയെടുക്കുക. ഇതൊന്നും എഴുതിയെടുക്കണ്ട, വീട്ടിലുണ്ടാവുമല്ലേ. ഒരു മിനിറ്റ്, ഇത് എത്ര ദിവസം ഇരിക്കും ഈ കേക്ക്? പ്ലം കേക്ക് 1 വർഷം 2 വർഷം വരെ യാതൊരുവിധ കേടുമില്ലാതിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം. ഓക്കെ. ആദ്യം വൈൻ 150 മില്ലി. 150 മില്ലി വൈൻ. ഇതിപ്പോ ഗ്രേപ്പ് വൈൻ ആണ് യൂസ് ചെയ്യുന്നത്. യെസ്, ഗ്രേപ്പ് വൈൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത്. ഇവിടെ തന്നെ റെഡ് ഗ്രേപ്പ് കുക്ക് ചെയ്ത വൈനാണ്. ഓക്കേ. പഞ്ചസാര 50 ഗ്രാം. 50 ഗ്രാം പഞ്ചസാര. ഉപ്പ് 5 ഗ്രാം. 5 ഗ്രാം ഉപ്പ്. ഇതെല്ലാം ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ആയിരിക്കണം, ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കണം. ഉപ്പ് 5 ഗ്രാം. 5 ഗ്രാം. ഓക്കേ. നാരങ്ങ തൊലി ഒരെണ്ണം. നാരങ്ങയുടെ തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡ്രൈ ആക്കിയിട്ടില്ല. ഓക്കേ. ജിഞ്ചർ ഷുഗർ സിറപ്പിൽ കുക്ക് ചെയ്ത് പൊടിച്ചെടുത്തത്. ഓക്കേ. ഇത് എത്ര ഇടുന്നത്? ഇത് 75 ഗ്രാം. 75 ഗ്രാം. ഓക്കേ. 75 ഗ്രാം. ഇത് ഓറഞ്ചിന്റെ തൊലി ഉണങ്ങിയത്. ഓറഞ്ചിന്റെ തൊലി ഉണങ്ങിയത് 50 ഗ്രാം. തിക്കായിട്ടിരിക്കുകയാണ് അത്. ഓക്കേ. ഇതും നമ്മൾ ഇതിലാണ് ഇട്ടിരിക്കുന്നത്.
ഡ്രൈ ആക്കി എടുക്കുന്നത്? ഇതും ഡ്രൈ ആക്കി എടുക്കുന്നതാണ്. ഓറഞ്ചിൻ്റെ തൊലി ഡ്രൈ ആക്കി ഉണങ്ങി വെയിലത്ത് വെച്ച് ഉണങ്ങി ഡ്രൈ ആക്കി എടുക്കും. അതിന്റെ അളവ് ഒന്നും കൂടി പറഞ്ഞേ. ഇതിൻ്റെ അളവ് 50 ഗ്രാം. 50 ഗ്രാം. ഓക്കെ, എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും പോയി വീട്ടിൽ ട്രൈ ചെയ്യണം. ക്രിസ്മസ് ഒക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റുള്ള വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന വിസിറ്റേഴ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേക്ക്. നാരങ്ങ നീര് ഒരെണ്ണം, ഒരു നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ നീര്, ഒരു മുഴുവൻ നാരങ്ങ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം. ഇത് എത്ര നേരം തിളക്കണം? ഇത് ജസ്റ്റ് തിളച്ചാൽ ഉടനെ നമ്മൾ മുന്തിരി ഇടും. മുന്തിരി ഇട്ട് 10 മിനിറ്റ് മുന്തിരി കുക്ക് ചെയ്യും. ഓക്കെ, കുറച്ച് തിക്കായിട്ടുണ്ട് അല്ലേ? കുറച്ച് തിക്കായിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ കുറച്ച് തിക്കാവും. ഇനി അതിലേക്ക് നമുക്ക് മുന്തിരി ഇടാം. ഇത് മുഴുവൻ എന്തിനാ ഇടുന്നത്? ഇത്രയും ഇത് അതിന്റെ വെയിറ്റ് ആണ്, 1/2 കിലോ ആണ് അതിന്റെ. 2 കിലോ കേക്കിൽ നമ്മൾ 1/2 കിലോ മുന്തിരി. ഇനി മുന്തിരി ഇട്ട ശേഷം ഒരു 10 മിനിറ്റ് ഈ മുന്തിരി കുക്ക് ചെയ്യണം. 10 മിനിറ്റ്സ്. ഇപ്പൊ എന്തായാലും ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തിരിക്കുകയാണ് അല്ലേ? ഇപ്പൊ നമ്മള് വീട്ടിലെല്ലാരും ഗസ്റ്റ് ഒക്കെ വരുന്നവരാണ്, ഫാമിലി ലീവ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കുമരകം ഇറ്റ്സ് വെരി നിയർ ബൈ. അപ്പൊ അടുത്ത് ആണ്, കേരളക്കകത്ത് തന്നെയാണ്. നിങ്ങൾ ഇവിടെ വരിക, എന്നിട്ട് സ്പെൻഡ് ടൈം ഹിയർ വിത്ത് യുവർ ഫാമിലി. എന്നിട്ട് ഈ ചായക്കട കയറി ചായ കുടിക്കുക. വള്ളത്തിൽ ചായ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യമല്ല. വെറുതെ അല്ല, വള്ളത്തിൽ നമ്മൾ ഇരുന്നല്ലേ കുടിക്കുന്നത്? അതെ, വള്ളത്തിലിരുന്നല്ല, വള്ളത്തിലിരുന്ന് ചായ എടുത്ത് കൊടുക്കും. അതിന്റെ കരയ്ക്ക് തന്നെ നമുക്ക് ഇരുന്ന് കുടിക്കാം. വള്ളത്തെ കയറി ഇരുന്ന് കുടിക്കണേ അങ്ങനെയും ചെയ്യാം. അങ്ങനത്തെ സാഹസിക പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വരിക. കോക്കനട്ട് ലഗൂൺ. 10 മിനിറ്റ്സ് ആയല്ലോ. 10 മിനിറ്റ്സ് ആയി. ഇപ്പം ഏകദേശം ഇതായിട്ടുണ്ട്. ഇതിന്റെ മുന്തിരി വൈനൊക്കെ കുടിച്ച് നല്ല വൈൻ കുടിച്ച് നല്ല വീർത്തിരിപ്പുണ്ട്. ഏകദേശം തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹണി ഒഴിക്കാം. ഹണി 25 ml. 25 മില്ലി ഹണി നമ്മൾ ഇതിലേക്ക് ചേർക്കുക. ഹണി ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഇത് കുക്ക് ചെയ്യുക. ഇതിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്ന സ്മെല്ല് ഇപ്പോഴും വൈൻ തന്നെയാണ്. വൈനിന്റെ സ്മെല്ലാണ് മെയിൻ പ്ലം കേക്കിന്റെ. ഇത് ഹണി ചേർത്ത ശേഷം ഇതേ ടെമ്പറേച്ചറിൽ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യും. ഇനിയും 5 മിനിറ്റ്സ്. അപ്പോൾ ഹണി ഒഴിച്ചതിന് ശേഷം again 5 മിനിറ്റ്സ്. ആയില്ലേ? 5 മിനിറ്റ്സ് ആയില്ലേ? ഹണി തേൻ ഒഴിച്ചിട്ട് പിന്നെ 5 മിനിറ്റ് വെച്ചു. നന്നായിട്ടായി. ഇനി എന്താ അടുത്തത്? ഏകദേശം ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഈ ഫ്രൂട്ട്സ് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ ഓഫ് ചെയ്യാണ്. ബർണർ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഓക്കേ, അപ്പോൾ ഇനി എന്താ? ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ജാതിക്കായും നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന റമ്മും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പിന്നെ നമ്മളിത് കേക്ക് ഉണ്ടാക്കുന്നു. തണുത്തതിന് ശേഷം നമ്മുടെ ഫ്രൂട്ട് മിക്സ് ഒക്കെ തണുത്തിരിക്കുകയാണ്. നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പം ഏകദേശം നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ തണുത്ത് നല്ല സ്റ്റിക്കി ആയിട്ടിരിപ്പുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ജാതിക്ക ഗ്രേറ്റ് ചെയ്തെടുത്ത് നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം റം നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിരുന്ന റമ്മ് 100 മില്ലി റമ്മാണ് നമ്മൾ ഇതിലേക്ക് 100 മില്ലി റമ്മാണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. അല്ല, ഇത് ഈ ഒരു അളവിന് 100 മില്ലിയാണ്. ഇത് നമ്മളിവിടെ ബൾക്കായിട്ട് ചെയ്യുമ്പം ഇത് എല്ലാവരും വിളിച്ച് ഗസ്റ്റിനെയൊക്കെ വിളിച്ച് ഒരു ഇതായിട്ടാണ്, ഒരു സെറിമണി പോലാണ് ഇത് നടത്തുന്നത്, ഇതിൻ്റെ റം മിക്സിങ്. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കണം. പക്ഷെ അപ്പോൾ ഇത് മാറ്റി വെക്കാമല്ലോ. ഇനി റം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് മിക്സിങ് കഴിഞ്ഞു. അത് മാറ്റി വെച്ചിട്ട് റം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കുന്നത് ആദ്യം പഞ്ചസാര 250 ഗ്രാം, 250 grams of sugar. അതിനുശേഷം ബട്ടർ 250 gram. സെയിം അളവാണ് അല്ലേ? ഷുഗർ ആൻഡ് ബട്ടർ 250 gram ആണ്. ചില പ്ലം കേക്ക്സ് ഉണ്ടല്ലോ ഭയങ്കര ഹാർഡ് ആയിരിക്കും. ഇത് മൈദ ചേർത്തതിന് ശേഷം ഇത് സ്ലോലി ഫോൾഡ് ചെയ്യണം. ഇത് മിക്സിങ് ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേക്ക് ഹാർഡായി. മിക്സ് ചെയ്യുന്നത്
സ്ലോ ഇത് ക്രീമായി വരുമ്പോൾ മുട്ട ഒന്നൊന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ആദ്യം പഞ്ചസാര, അത് പിന്നെ ബട്ടർ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട 6 മുട്ട ഉണ്ട്. അതിൽ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. ഓരോ മുട്ടയുടെ ഓരോ കണ്ണിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഓരോന്ന് ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് മിക്സ് ചെയ്തിട്ടാണ് അടുത്തത് ഇടുന്നത്. അപ്പം 1 by 1 മുട്ട ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ക്യാരമൽ എന്ന് പറഞ്ഞാൽ ഷുഗർ, നമ്മൾ പഞ്ചസാര നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് ഏകദേശം ശരിക്ക് ബേൺ ചെയ്തെടുക്കുന്നതാണ് ക്യാരമലാണ്. ക്യാരമൽ ഇതിലേക്ക് 20 grams, അതായത് 20 ഗ്രാം ക്യാരമലാണ് ഇത് കേക്കിൻ്റെ ഒരു പ്ലം കേക്കിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. കളർ അപ്പോഴേക്കും മാറി. സൂപ്പർ, എനിക്ക് ഇപ്പൊ തന്നെ ഇഷ്ടമായി. അതിനുശേഷം മൈദ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്ത് അരിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ കേക്കിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ബട്ടർ 250, ഷുഗർ 250, മുട്ട 6 മൈദ 250 ഇത് ചേർത്ത് പതിയെ അല്ലെങ്കിൽ 1 കിലോ ഫ്രൂട്ട്സ് ആണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന. 1 കിലോ ഫ്രൂട്ട്സ് ആണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഏകദേശം 2 കിലോ, ഈ മിക്സ് ഏകദേശം 2 കിലോ ആയിട്ടുണ്ട്. അത് നമുക്ക് ഓരോ കിലോ വീതം ഡിവൈഡ് ചെയ്ത് 2 കേക്ക് ഉണ്ട്. ഇത് വളരെ പതിയെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. 2 കിലോ കേക്കിനുള്ള മിക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നമ്മൾ 2 വേറെ സെപ്പറേറ്റ്, 1 കിലോയുടെ സെപ്പറേറ്റ് 2 കേക്ക് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നീട് ഇതിൽ ബട്ടർ എല്ലാം തേച്ച് വെച്ചു. ഇതിൽ ബട്ടർ തേച്ച് പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഏകദേശം ഓരോ കിലോ ബട്ടർ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം ഓരോ കിലോ വീതം മിക്സ് ഇതിലേക്ക് ഇടുക. ഇത് നമ്മുടെ ചൂളയിൽ, ഇനിയാണ് സ്പെഷ്യൽ, നമ്മുടെ ചൂളയിൽ വെച്ച് ഇത് ബേക്ക് ചെയ്ത, ഇലക്ട്രിക്കലല്ല, ഇത് നമ്മുടെ കരി വെച്ച് ഓടുന്ന, ചിരട്ടക്കരി വെച്ച് ഓടുന്ന ചൂള. നമ്മൾ ഇത്രയും ചെയ്തതൊക്കെ അവർക്ക് വീട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റും. വീട്ടിലെ ചൂള നമ്മൾ ഓവനിലും ചെയ്യാവുന്നതാണ്. ഓവനിൽ നമ്മുടെ ടെമ്പറേച്ചർ 150 ഡിഗ്രി, അതായത് 150 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 1.5 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1.5 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ചൂളയിലും ഇത് ഏകദേശം ഒരു 150 ഡിഗ്രിയിലാണ് ചൂള സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഇത് 1.5 മണിക്കൂർ വേണം ഇത് ബേക്കായി വരാനായിട്ട്. നമുക്കിത് ചൂളയിലേക്ക് വെക്കാം. കേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി ചൂളക്കകത്ത് കേക്ക് വേണം. അപ്പൊ നമ്മൾ കൈ ഒന്നും കൂടി പിടിക്കണം അല്ലേ? ഇതിന് എത്ര നേരം ഇത് വെക്കുന്നത്? ഇത് നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് 150 ഡിഗ്രിയാണ്. അത് നമ്മൾ ഏകദേശം 1.5 മണിക്കൂറാണ് ഈ കേക്ക് ആവാനായിട്ട് നമുക്ക് വേണ്ടത്. വീട്ടിൽ മൈക്രോവേവ് ഓവനിലും മൈക്രോവേവ് ആണെങ്കിലും ഇലക്ട്രിക് ഓവൻ ആണെങ്കിലും ഏകദേശം ഈ ടെമ്പറേച്ചർ തന്നെയാണ്. നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. 1.5 മണിക്കൂർ നമ്മൾ വെച്ചു. ഏകദേശം എത്ര മിനിറ്റ് തണുക്കാൻ വെച്ചു? ഏകദേശം ഒരു അരമണിക്കൂർ തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്യാം. അവനെടുത്ത് അപ്പം തന്നെ നമ്മളിത് കട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1 hour 1.5 hours തണുക്കാൻ വെച്ച്
തണുത്തതിന് ശേഷം ശേഷമാണ് ഇപ്പൊ കട്ട് ചെയ്യാൻ പോകുന്നത്. പ്ലം കേക്ക് റെഡി ആയി കഴിഞ്ഞു. നല്ല വൈനും റമ്മും ഹണിയും എല്ലാം ഉണ്ട് ഇതിനകത്ത്, കാരമൽ പിന്നെ എല്ലാം ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. ഫുൾ നമ്മുടെ ഫ്രൂട്ട്, മറ്റേ ഡ്രൈ ഫ്രൂട്ട് കാണാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ്. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മനോഹരം, സുന്ദരമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ പ്ലം കേക്ക് ട്രൈ ചെയ്യുക. ക്രിസ്മസിൻ്റെ സമയമൊക്കെയാണ്. എന്നിട്ട് ഇവിടെ വന്ന് താമസിക്കുക. കോക്കനട്ട് ലഗൂൺ, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. സ്റ്റേ ചെയ്യുക, ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത ആഴ്ച ഇതേപോലെ ഒരു സൂപ്പർ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സാറ ആൻഡ് ബോബൻ തോമസ്.